വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. 10 മിനിറ്റ് പോലും വേണ്ട, അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ടെക്സ്ചറും പിന്നെ ആ ഭംഗിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കാനും ആരും മറക്കരുത്. ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വെക്കുക ചെയ്യുന്നത്. ഇതിപ്പം 5x8 ഇഞ്ചിൻ്റെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ട്രേ ആണ്. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബേക്കിംഗ് പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ബർഫി ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പിസ്ത നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനി ഞാൻ നമ്മുടെ ബർഫിയുടെ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബർഫിയാണ്. അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ഉപയോഗിക്കുന്നത്. ഇത് 12 റെക്റ്റാങ്കിൾ വലിയ പീസിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അളവ് അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് ചെയ്യാം. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പശുവിൻ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരം ബട്ടറും ചേർക്കാം. അതുപോലെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ്ചർ അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം നിങ്ങളിത് വേവിക്കാനായിട്ട്. തീ ഒരിക്കലും കൂട്ടരുത്. നോൺ സ്റ്റിക്കിൻ്റെ അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ഈ മിക്സ്ചർ ഒന്ന് ലൂസാവും. കുറച്ച് ഇപ്പോൾ ഉള്ളതിലും കുറച്ചും കൂടെ കട്ടിയൊക്കെ കുറഞ്ഞ് ഒന്ന് നേർത്ത പോലെയാവും. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഈ മിക്സ്ചർ തിക്കാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ തിക്കാവാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഒരു whisk ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് തീരെ കട്ടിയൊന്നും ഇല്ലാത്ത മിക്സ്ചറായിട്ട് തന്നെ കിട്ടും. ഫ്ലെയിം എപ്പോഴും ചെറിയതിൽ തന്നെ വയ്ക്കുക. ഫ്ലെയിം കൂട്ടാനേ പാടില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ ആയി കിട്ടും. സൈഡിലുള്ള മിക്സ്ചറൊക്കെ നന്നായിട്ട് നടുവിലേക്ക് കമ്പൈൻ ചെയ്യുക. പിന്നെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഈ മിക്സ്ചർ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ഒരു 12 വലിയ ബർഫിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെറുതാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രേ എടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്വയർ ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് ഈ ബർഫി ലെവലായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ ഒരു സ്പാച്ചുലനെ കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ്ചർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റായി കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലും വെക്കാം. അപ്പം ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചത്. 30 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മുടെ ബർഫി ഹാർഡായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ട്രേന്ന് എടുക്കുകയാണ്. ഇനി നമുക്ക് ബർഫി കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ ബേക്കിംഗ് പേപ്പറൊക്കെ എടുത്ത് കളയാം. അപ്പം കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബർഫീൻ്റെ ടെക്സ്ചർ തന്നെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് നെയ്യ് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ബർഫി ഒന്നും തീരെ കത്തിയുടെ മേലെ പറ്റി പിടിക്കില്ല. ഇനി ഞാൻ ഇതിനെ ഈക്വലായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം 12 വലിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബർഫിയുടെ റെസിപ്പിയാണ്. കാരണം നിങ്ങൾക്ക് പാല് കുറുക്കണ്ട, മാവ് ഉണ്ടാക്കണ്ട, ഒന്നും വേണ്ട. പാൽപ്പൊടി കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ച് റോസ് പെറ്റൽസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.